നാം മൗനം പാലിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ന്യായീകരണം അവിടെ നടത്തിയാൽ തന്നെയും നമ്മെ വ്യക്തമായി അവർ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടാൽ നാം മൗനം പാലിച്ചെന്ന് വരും. അത് ചിലപ്പോൾ ശരിയുമായിരിക്കാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ മൗനം നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. നാം 100% ശരിയായിട്ടിരിക്കെ നമ്മുടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മോട് ഉയരപ്പെടുന്ന ചോദ്യം അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സത്യസന്ധതയും ചൂഷണം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നാം അവിടെ പാലിക്കുന്ന മൗനം അത് നമ്മെ തെറ്റുകാരനാക്കി മാറ്റാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യുന്നവർ അവരെപ്പോഴും തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശബ്ദം മാത്രം അവിടെ ഉയർന്നു കേൾക്കും. നാം മൗനം പാലിക്കുമ്പോൾ ജനങ്ങൾ കേൾക്കുന്നത് തെറ്റ് ചെയ്ത ആളുടെ ശബ്ദമാണ്. അതാണ് ശരിയെന്ന് ജനമങ്ങ് വിലയിരുത്തുകയും ചെയ്യും. ശരിയായിട്ടുള്ള ആളുകൾ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ആയിരിക്കും. അവരെപ്പോഴും തെറ്റുകാരായി മുദ്രകുത്തപ്പെടും. ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരാണ് ഇവിടെ വിജയിക്കുന്നത്. ഇങ്ങനെ ഒരു പതിവ് ചൊല്ല് നാം എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കേട്ടുപോകാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ, നാം ഇത്രയൊക്കെ ശരിയായിട്ടും നമ്മെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എപ്പോഴും തെറ്റുകാരനെന്ന് നമ്മെ മുദ്ര ചാർത്തുന്നല്ലോ എന്ന്. പക്ഷേ സത്യത്തിൽ എന്താണ് അതിന് കാരണം? നിങ്ങളുടെ മൗനമാണ്. നിങ്ങൾ പാലിക്കുന്ന മൗനം. എന്തിൻ്റെ പേരിലായാലും നിങ്ങളവിടെ നിങ്ങളെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ഇരുന്നാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ ഇതിഹാസങ്ങളിൽ ഇത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പാണ്ഡവർ അവർ ഏതിയ സാധുക്കളായിരുന്നു. സ്വജനങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവർ. തങ്ങളെ ദ്രോഹിക്കുന്നത് അന്യ ആളുകളല്ല, മറിച്ച് തങ്ങൾക്കുള്ളവർ തന്നെയാണെന്ന് വ്യക്തമായി അറിയാവുന്നവർ. എത്രയൊക്കെ അനീതി നേരിട്ടാലും പാണ്ഡവർ പ്രതികരിച്ചിരുന്നില്ല. അവരെപ്പോഴും മൗനം പാലിച്ചിരുന്നു, ക്ഷമിച്ചു കൊടുത്തിരുന്നു. തൽഫലമായി എപ്പോഴും അവർ തെറ്റുകാരായി കണക്കാക്കപ്പെട്ടു. അവർക്ക് പിന്നെയും പിന്നെയും അനീതി ലഭിച്ചുകൊണ്ടേയിരുന്നു. തങ്ങൾ അനുഭവിക്കുന്ന അനീതി അത് സഹിക്കുന്നതിലപ്പുറമായപ്പോഴാണ് മഹാഭാരത യുദ്ധം അതിന് തുടക്കമായത്. ആ സമയത്ത് പോലും തൻ്റെ മുന്നിലേക്ക് വന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഇവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവരെ എങ്ങനെയാണ് ഞാൻ കൊല്ലുന്നത്? എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതി. ഇത് കേട്ട ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം നൽകുന്നുണ്ട്. ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് അർജുനൻ പിന്നീട് യുദ്ധത്തിന് തയ്യാറാവുന്നത്. അങ്ങനെയൊരു യുദ്ധം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവരെപ്പോഴും തെറ്റായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടേനെ. യുധിഷ്ഠിരൻ പാണ്ഡവരെ തെറ്റുകാരൻ തന്നെ മുദ്രകുത്തുകയും ചെയ്തേനെ. നാം തെറ്റ് ചെയ്യാതിരിക്കെ തെറ്റുകാരനെന്ന് മുദ്രകുത്തി അപമാന ഭയത്താൽ തല കുമ്പിട്ട് മൗനമായി മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അഗാധമായ മുറിവേൽക്കും. ആ മുറിവ് ഒരു പക്ഷേ നമ്മുടെ മരണം വരെ ഉണങ്ങാതെ നിൽക്കുകയും ചെയ്യും. പിന്നീട് നാം തെറ്റുകാരനല്ലെന്ന് മനസ്സിലായാൽ കൂടി നമ്മുടെ മനസ്സിനേറ്റ ആ മുറിവ് അത് വളരെയേറെ അഗാധമായി നമ്മെ മാനസികമായി തകർത്തെന്ന് വരും. എല്ലാവരും നമ്മോട് ക്ഷമ ചോദിക്കുമെങ്കിലും നമ്മുടെ മനസ്സ് അത് വല്ലാതെ തളർന്നു പോകും. ആര് നിങ്ങളെ വിശ്വസിക്കുന്നു, കേൾക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ. നാം തെറ്റുകാരനല്ലാതിരിക്കെ തെറ്റെന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ വ്യക്തമാക്കുക. നിങ്ങളുടെ പ്രതികരണം അവിടെ ശക്തമാക്കുക. ചില ആളുകൾ സ്വയം ഇങ്ങനെ പഴിക്കാറുണ്ട്: ദൈവം എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എല്ലാത്തിനും ദൈവം മറുപടി ചോദിച്ചോളൂ. പക്ഷേ നിങ്ങളൊന്നറിയുക, ദൈവം മറുപടി ചോദിക്കാൻ എത്തുകയില്ല. കാരണം നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം തന്ന സൗഭാഗ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയാണ്. എല്ലായ്പ്പോഴും ശരി ശരിയും തെറ്റ് തെറ്റുമാണ്. നിങ്ങൾ ശരിയായിട്ടിരിക്കെ നിങ്ങളെ തെറ്റായി ന്യായീകരിച്ചാൽ അവിടെ നിങ്ങളുടെ ശരി എന്താണോ
അത് വ്യക്തമാക്കേണ്ടത് നിങ്ങളെന്ന വ്യക്തിയുടെ കർത്തവ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. അതങ്ങനെ തന്നെയായിരിക്കണം. എല്ലാവർക്കും ശുഭദിനം.